സതീശനെ പോലുള്ള സതീശനെ രമേശ് ചെന്നിത്തലയും പോലുള്ള ചില നേതാക്കൾ തള്ളി പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. KPCC ഭാരവാഹികളടക്കം. അപ്പം ഈ നിയമസഭയ്ക്കകത്ത് അവർക്ക് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളയാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ഈ നിയമസഭാ സമ്മേളനത്തിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഈ സഭ തീർന്ന ഉടനെ ഇലക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എപ്പോഴും അവസാനത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് ഈ രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എപ്പോഴും അങ്ങനെയാണ്. അതായത് അങ്ങനെ നേടിക്കൊണ്ട് നേരെ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇതിപ്പം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് LDFന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ബഡ്ജറ്റിൻ്റെ ചർച്ച ഉണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ ചർച്ചയിലെല്ലാം ഇത് ഉന്നയിക്കാം. ബഡ്ജറ്റ് മാത്രമല്ല, നയപ്രഖ്യാപനം മുതൽ ഇപ്രാവശ്യം ചർച്ചയാണ്. അപ്പം ഈ ചർച്ചയിലെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമായിരിക്കും പ്രധാനമായിട്ടും ഭരണപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പ്രതിപക്ഷത്തിന് എങ്ങനെ, കോൺഗ്രസ്സിന് എത്രത്തോളം പ്രതിരോധിക്കാനാകും എന്നുള്ളതിലാണ് അവരുടെ വിജയം ഇരിക്കുന്നത്. അതാണ് ഈ പോരാട്ടം ഏത് തരത്തിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത്.